ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഗിയർ മാറ്റാൻ. ഗിയർ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഗിയർ ഏതൊക്കെ സമയത്ത് നമ്മൾ മാറ്റണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഗിയർ മാറ്റേണ്ടത് പറഞ്ഞുതരാം കേട്ടോ. സോ ആദ്യം ന്യൂട്രൽ എങ്ങനെയെന്ന് അറിയാം. ഓക്കെ, ന്യൂട്രൽ എല്ലാവരും പറയും സെൻറ്ററിലാണ്. ശരിക്കും ഈ പൊസിഷനാണ് ഈ ന്യൂട്രൽ എന്ന് പറയുന്നത്. ഈ സെൻറ്റർ പൊസിഷൻ അത്രയും പ്ലേ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇൻ കേസ് ഞാൻ കിട്ടിയില്ലെന്ന് വെച്ചു, ഏതായാലും ഗിയർ കിട്ടാം. ഞാൻ വിട്ടത് ഇപ്പോൾ സെക്കൻഡ് ഗിയർ കിട്ടാം. ഗിയറൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഗിയർ കിട്ടും, ഏതോ ഒരു ഗിയർ കിട്ടും. ജസ്റ്റ് താഴത്താണ് ഗിയർ, ഇനി പോവില്ല. ഓക്കെ, ഇനി പോവില്ല നമുക്ക്. സോ ജസ്റ്റ് ഞാൻ മേലേക്ക് തട്ടാം. ജസ്റ്റ് ഇട്ടോ, ജസ്റ്റ് ഞാൻ തട്ടാം. ഈ തട്ടുമ്പോൾ പോയി വീഴുന്നവരുണ്ടാവും. അത് അത്രയും പ്ലേ കിട്ടുന്ന ഒരു സ്ഥലം കണ്ടു. ഇതിന് വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ഇനിയാണ് ഈ ഗിയർ മാറ്റുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലച്ച് മസ്റ്റ് ആയിട്ട് ചവിട്ടിയിരിക്കണം. ക്ലച്ച് ചവിട്ടാതെ ഒരിക്കലും ഗിയർ ഇടരുത്. ഓക്കെ ആണല്ലോ. സോ ക്ലച്ച് ഞാൻ ചവിട്ടി ഈ ഫസ്റ്റ് ഗിയർ ആണെന്ന് കാണിച്ചു തരാണ്. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇതപ്പം ന്യൂട്രൽ തന്നെ കിടക്കുന്നത്. നല്ല അങ്ങോട്ട് ചാടും, മേലെ കിട്ടുന്നതായി ഫസ്റ്റ് ഗിയറായി. ഇനി മെല്ലെ ചാടിയിട്ട് താഴത്തേക്കിട്ട് നല്ല ചാടണം കേട്ടോ. താഴത്തേക്കിട്ട് ഏതായി സെക്കൻഡ് ഗിയറായി. ഓക്കെ, ഇനി തേർഡ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും തെറ്റാറുണ്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയണം. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി. ന്യൂട്രലിക്ക് ഇതാ ജസ്റ്റ് ഇതാ ഈ ഒരു വിരലും മതി. ശരിക്കും ഇതാ ഇങ്ങനെയാണ് തട്ടി. ഇത് വന്ന് കിടക്കുന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ മാത്രമല്ല, ഈ തേർഡിന്റെ അടിവശത്താണ് എന്ത് കിടക്കുന്നത്. ഈ തേർഡിന്റെ ഈ ഭാഗത്തായിട്ട് എന്ത് കിടക്കുന്നത്, ഈ ഗിയർ ലിവർ കിടക്കുന്നത്. സോ ഇടയ്ക്ക് തട്ടി തേർഡ് വലിച്ചിട്ട് ഫോർത്ത്. ഇത്രയേ ഉള്ളൂ ഗിയർ എന്ന് പറയുന്നത്. ഞാൻ ഏതൊക്കെ സമയത്ത് ഇടണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാണ്. ഞാൻ റോഡിലേക്ക് കയറാൻ ഇൻഡിക്കേറ്ററിൽ ഇട്ടിട്ട് കയറണം കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നേ ഫസ്റ്റ് ഗിയർ ഒന്ന് മൂവ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്താൽ സെക്കൻഡ് ഇടാം. ഓക്കെ, സെക്കൻഡ് ഇത് ഒന്നും കൂടി എന്ത് ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക, ഒന്നും കൂടി മൂവ് ചെയ്യുക. ഏകദേശം 30-32 സ്പീഡ് നോക്കിയിട്ട് ഓടിക്കുക കേട്ടോ. ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് തേടിക്കും കേട്ടോ. തേടിട്ടു ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നും കൂടി ആക്സിലേറ്റർ കൊടുക്കുക, ഒന്നും കൂടി സ്പീഡ് ഉണ്ടായിക്കോട്ടെ. കുറച്ചും കൂടി സ്പീഡ് കൊടുത്തിട്ട് 40-42 ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് വെച്ചിട്ട് ഇനി ഒരു ഗിയർ കൂടി കിട്ടോ 5 എന്ന് പറയുന്നത്. അത് ഇതേപോലെ തന്നെ നേരെ എന്ത് ചെയ്യുക, ന്യൂട്രലിലേക്ക് വരിക. അതിന് കുറച്ച് സ്പീഡ് വേണം. നമ്മൾ ഹൈവേസിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല റോഡിലാണ് അത് എന്ത് ചെയ്യുക, ഈ 5ാമത്തെ ഗിയർ യൂസ് ചെയ്യാം കേട്ടോ. നേരെ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ജസ്റ്റ് ന്യൂട്രലിലേക്ക് വരിക, നല്ല മുന്നോട്ട് ചാടുക, എന്നിട്ട് മേലെ കിട്ടാം 5ാമത്തെ ഗിയർ. അങ്ങനെ 5 ഗിയർ. ഓക്കെ, സിമ്പിൾ അല്ലേ, എളുപ്പമാണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ടിപ്സ് ആയിട്ട് ഞാൻ ഇനിയും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.